ഏവർക്കും നമസ്കാരം. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടുകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഈ പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ്. തീർത്തും വിശ്വസിച്ച് വാങ്ങാവുന്ന നല്ല ഒരു വീടാണ്. നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണാക്കിയും നൽകുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 5 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വാളുകളെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയത്ത് 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകി തന്നെയാണ് ഈ വീടിൻ്റെ മുൻവശം നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനം ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ നല്ല റോഡ് ഫ്രണ്ടേജായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും, എറണാകുളം ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 100 മീറ്റേഴ്സ് 150 മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കെടുക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഈ വീടിന് ചെറിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. നല്ല മനോഹരമായ ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിൽ നല്ലൊരു സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. 2800ഓളം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇവിടുത്തെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ബെഡ്റൂമും കിച്ചണും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല പ്രീമിയം ടൈൽസുകളാണ് ഇതിനു വേണ്ടി ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിൽ ലക്ഷറി ഫീലിങ്സിൽ തന്നെയാണ് ഇതെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാനുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല മോഡേൺ രീതിയിൽ നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്യാരണ്ടിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽസ് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് ഒന്ന് പോകാം. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഇനം ക്വാളിറ്റിയുള്ള മൾട്ടിവുഡ് മെറ്റീരിയൽസിൽ PVC കോട്ടിംഗ് നൽകി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി പണിത ഈ വീടിൻ്റെ കുക്കിംഗ് ചെയ്യാവുന്ന ദിശ വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 14 അടി നീളവും 13 അടി വീതിയുമായാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളും നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇന്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന പ്രീമിയം ക്വാളിറ്റി സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടറിൽ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയൊക്കെയാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും മാത്രമല്ല ഒരു സ്റ്റഡി ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂമും ഈ വീടിന് വരുന്നുണ്ട്. നല്ല നീളത്തിലുള്ള സ്പേഷ്യസ് ആയ ഒരു സ്റ്റഡി റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടെറസിലേക്കുള്ള സ്റ്റെയർകേസും ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതും വടക്ക് ദർശനമായാണ് ഈ ബാൽക്കണി വരുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ഫോൾ സീലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാൽക്കണിയിൽ പ്ലാന്റുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും നമുക്കിവിടെ ലഭ്യമാണ്. മനോഹരമായ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്കറിയാനുള്ളത് ഈ വീടിൻ്റെ റേറ്റാണ്. ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഏതാണ്ട് 5 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2800ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായും വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.